Hi guys, good morning. Welcome to our new vlog. Actually vlog അല്ല ഒരു കാഷ്വൽ ടോക്കാണ് ബിക്കോസ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം നാളായി വിചാരിച്ചു അതിന് തോന്നുന്നു. സോ ആക്ച്വലി ലൈഫ് ഹാസ് ബീൻ സോ ക്രേസി ഈ ഒരു അടുത്തിടെയായിട്ട്. ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഷെയർ അവർ ലൈഫ് അപ്ഡേറ്റ് ആൻഡ് ഹൗ ക്രേസി എത്ര ഒരു ഹെക്ടിക് ബട്ട് എൻജോയബിൾ ഷെഡ്യൂളാണ് ഈ വർഷം അവസാനം വരെ എന്നുള്ളത്. ടു ബി ഓണസ്റ്റ്, പണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിലും അതിനൊക്കെ മുമ്പ് വരുന്നൊരു കാലത്തിൽ ആക്ച്വലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുണ്ട്, പക്ഷെ എങ്ങനെ ആവും എന്നറിയില്ല. നമുക്കൊരു വഴിയില്ലായിരുന്നു മുമ്പിൽ. പക്ഷേ നൗ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. ഇപ്പം നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതെങ്ങനെ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കും എന്നാണ് നമ്മുടെ ലൈഫിലുള്ള ഒരു ചലഞ്ചുള്ളത്. സോ ഞാൻ ഇപ്പം കഴിഞ്ഞ ജസ്റ്റ് ഒരു 1 month പ്രിയയുടെ ഈ ഒരു ഫൈബ്രോമൈൽജിയുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ടൊരു 10 days കഴിഞ്ഞിട്ടല്ലായിരിക്കും ഞാൻ എഴുതി തുടങ്ങി. ഐ നെവർ യൂസ് ടു റൈറ്റ്. ഇപ്പോൾ കാണുന്ന ജെഫ്രിനോ എന്നൊക്കെ ഷോക്കായിരിക്കും. എനിക്ക് അങ്ങനെ എഴുതുന്നൊന്നും ഒരു ഹാബിറ്റും ഇല്ലായിരുന്നേ. സോ I just want to show, how crazy our life is. And എനിക്ക് തോന്നുന്നു ഇതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആർക്കും ഒരു അഡ്വൈസ് ഒന്നുമല്ല, എന്തായാലും കാര്യത്തിൽ ഇത് കിടക്കാം. സോ ഞാൻ എഴുതിയിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് 30 minute വർക്കൗട്ട് പെർ ഡേ. എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും I'll try to do 30 minute വർക്കൗട്ട് എ ഡേ. ഒബ്വിയസ്ലി ചിലപ്പോൾ ട്രാവലിംഗ് ഡേയ്സിലൊക്കെ പോയാലും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 5 times a week I'll do 30 minutes. അത് ഒരു ഹോട്ടൽ റൂമിൽ ഒരു ചെറിയ റൂമാണെങ്കിൽ പോലും ഐ എം എബിൾ ടു ഡു ഇറ്റ്. സോ അതൊന്ന്. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഈ ഒരു അടുത്തായിട്ട് എല്ലാ ദിവസവും 30 minutes ഞാൻ ലേണിങ്ങിന് വേണ്ടി മാറ്റി വെക്കുവാണ്. സോ പല കാര്യങ്ങളും ഉണ്ട്. ആദ്യമേ എങ്ങനെ ചൈനയിൽ നിന്ന് ബിസിനസ് ചെയ്യണം എന്നുള്ളതായിരുന്നു, കോൺടാക്ട്സ് ഡെലിവറി ആയിരുന്നു. അതിനിപ്പം കുറച്ച് AI ടെക്നോളജീനെ കുറിച്ചുള്ള ഒരു കോഴ്സസൊക്കെ വീട്ടിലിരുന്ന് എല്ലാം ഓൺലൈനാണ് ഉള്ള കോഴ്സസ് എടുക്കുന്നുണ്ട്. സോ 30 minutes ഓഫ് വർക്കൗട്ട്, 30 minutes ഓഫ് ലേണിംഗ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഡിസംബർ വരെ ഉള്ള ഒരു പ്ലാൻ പറയാവേ. ഡിസംബർ വരെയുള്ള പ്ലാനും പറയാം. അത് കഴിഞ്ഞിട്ട് എക്സാക്ട് പ്ലാൻ അല്ല, കാരണം അവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മുടെ എക്സാക്ട് പ്ലാൻസും ഒന്നും റിവീൽ ചെയ്യുന്നതാണ്. പക്ഷേ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത് ആൻഡ് ലാസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് മൈ ലൈഫ്. ഐ എം ഷുവർ ഇറ്റ് വിൽ ഇത് അഡാപ്റ്റ് ചെയ്താൽ നിങ്ങൾക്കും അത് ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ്ലി ഇനി ത്രൂ ഔട്ട് ഈ എന്തൊക്കെ ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് എൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഗുഡ് കോണ്ടൻറ്റ് ഫോർ യൂട്യൂബ്. കാരണം അതാണ് ഞങ്ങളുടെ എല്ലാം. ഒബ്വിയസ്ലി ഇപ്പോൾ കുറേ കണ്ടൻറ്റിന് വ്യൂസ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടെങ്കിലും എന്താണെങ്കിലും ട്രൈ ടു ക്രിയേറ്റ് ഞങ്ങൾക്ക് ഗുഡ് കോണ്ടൻറ്റിന് തോന്നിക്കുന്നതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും. സോ ദാറ്റ് ഈസ് എ മസ്റ്റ്. അത് എന്തുണ്ടെങ്കിലും ക്രിയേറ്റ് ഗുഡ് കോണ്ടൻറ്റ് എവറി 15 days എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ അറ്റ്ലീസ്റ്റ് 15 വ്ളോഗ്സ് ഇടുന്നതായിരിക്കും, ഹൗ ഹാർഡ് ഇറ്റ് ഗെറ്റ്സ്. സോ അതൊന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷൻ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് July 12th and 13th ആസ്പിൻ കോർട്ട്യാർഡിൽ വെച്ചാണ്. ആൻഡ് July 14th ഞങ്ങൾ തിരിച്ചെത്തുന്നത്. സോ അങ്ങനെ ആ July പകുതി അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് July 16th തൊട്ട് ഒരു 2 days കുറേ വീഡിയോസ്, ഒരു 10-12 വീഡിയോസും ഇതൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ AI കുറച്ച് പഠിക്കുന്നുണ്ട്, സിനിമാറ്റോഗ്രഫി, പ്രൊഡക്റ്റ് ഷൂട്ടിനെ കുറച്ച് പഠിക്കുന്നുണ്ട്. സോ ഐ ട്രൈ ടു ഡു ഓൾ ദാറ്റ്. കാരണം പൈസ ഇനി ഞങ്ങൾക്ക് റിസൾട്ട് തരുന്ന സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണം എന്നാണ് ഉള്ളത്. സോ ഇതൊക്കെ ഇപ്പോൾ എനിക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റും തോന്നിയുകൊണ്ട് അതൊരു 2 ദിവസം ആ ഒരു പരിപാടിയുണ്ട് July 16th തൊട്ട്. അത് കഴിഞ്ഞിട്ട് July 18th ബാങ്കോക്ക് പോവാണ്. ബാങ്കോക്ക് ജസ്റ്റ് 1 day ബാങ്കോക്കിൽ പോയി ഒരു ദിവസം നിന്നിട്ട് അവിടെ നിന്ന് ചൈനയിലേക്ക് പോവാണ്. സോ ചൈനയിൽ ഒരു July 18th 20th എങ്ങാണ്ട് എത്തും എന്ന് തോന്നുന്നു. July 20th തൊട്ട് August 4th വരെ ചൈനയിലാണ്. സോ ചൈനയിൽ നിന്ന് ഞങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാനുണ്ട്. വി ഹാവ് ആക്ച്വലി ലോട്ട് ഓഫ് പ്ലാൻസ്. അതിൽ എന്തായാലും ഫസ്റ്റ് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് ബാഗ്സ് ആണ്. ഞാൻ കുറച്ച് ഹാൻഡ് ബാഗ്സ് പ്രിയ സാമ്പിളായിട്ടൊക്കെ കൊണ്ടുവന്നതുണ്ട്. അതിനൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് എടുക്കാം, കാരണം എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഞാൻ ചെയ്യുന്നത് റിസർച്ചാണ്. ഇത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെയാണ് മെറ്റീരിയൽസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയ മെറ്റീരിയൽസ് എങ്ങനെയാണ്, പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ഉപയോഗിച്ച് നോക്കുക. ഇപ്പം ഒരു 2 മാസം 3 മാസമായി കാണുമല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക പല ബാഗ്സും. സോ ദാറ്റ് വിൽ നോ ദ റിസൾട്ട്. സോ ഇവിടെ 1-2 ബാഗ്സൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ പ്രിയനെ കാണിക്കും. ഇത് എനിക്കൊന്ന് ക്ലച്ചാന്ന് തോന്നുന്നു. ഇത് തുറക്കുന്നൊന്ന് ഇങ്ങനെ തുറക്കാൻ, ഇങ്ങനെ തുറന്നിട്ട് ഇടാനുള്ള ബാഗ്സ്. ഇത് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിലേക്ക് നമ്മൾ
ലോഞ്ച് ചെയ്യണം, കൊണ്ടുവരണം. സോ അതിനുവേണ്ടി പിന്നെ ഔട്ട്ഫിറ്റ്സിനും ഇയറിങ്സ് ജ്വല്ലറി നമ്മൾ ലോഞ്ച് ചെയ്തല്ലോ. സോ ആ ഒരു കാര്യങ്ങളിന് വേണ്ടി August 4th 5th വരെ പോവും. അത് കഴിഞ്ഞിട്ട് വന്ന ഉടനെ തന്നെ വെബ്സൈറ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പ്ലാനുണ്ട്. ബാങ്കോക്ക് ഫാഷനും അതുപോലെ തന്നെ ഇയറിങ്സിനും. വെബ്സൈറ്റ് നമുക്ക് ഇത്രയും പ്രൊഡക്ട്സ് ഉള്ളത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ബട്ട് സോ അതങ്ങനെ. ഇതിനൊക്കെ ഇടയിൽ പ്രിയയുടെ ഹെൽത്ത് വി ഹാവ് ടു മാനേജ് ഇറ്റ്. സോ ലോഡ് കൂടുതൽ എൻ്റെ മേത്തായിരിക്കും. ബട്ട് ഐ ലൈക്ക് ഡൂയിങ് ഓൾ ദിസ്. ഞാൻ പറഞ്ഞില്ല, ഒരു കാലത്ത് ഒന്നും ചെയ്യാനില്ലായിരുന്നു, എല്ലാം ചെയ്യാൻ റെഡിയായിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ ഉള്ള വഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, ചെയ്യാനുള്ളൊരു ടൈം മാനേജ്മെൻറ്റാണ് മെയിനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ അപ്പോൾ ഇത് ഒരു August 8th 10th ഒക്കെ, August 8th ആണ് ഞങ്ങൾ വെബ്സൈറ്റ് ഏകദേശം പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ മേ ബി August 8 or 10 വല്ല ലോഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണം പ്രൊമോഷൻസിന് വേണ്ടി ഷോപ്പിലേക്ക് ഫുൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് ഷോപ്പും അതൊക്കെ ആയിട്ട് പോകണം. അപ്പോഴേക്കും നമുക്ക് ചിലപ്പം വി ആർ പ്ലാനിങ് ടു ഹാവ് എൻ എക്സിബിഷൻ ഇൻ എ ന്യൂ പ്ലേസ്. ഏതെങ്കിലും ഒരു കാലിക്കറ്റും കൊച്ചി അല്ലാതെ ട്രിവാൻഡ്രമോ കോട്ടയോ തൃശ്ശൂരോ എവിടെയെങ്കിലും ഒരു പുതിയ എക്സിബിഷൻ നടത്തണം എന്നുണ്ട്. ദാറ്റ് ഐ എം നോട്ട് ഷുവർ. കാരണം ഹാളും എല്ലാം കൂടെ ഒത്തുകിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഞങ്ങളുടെ എക്സിബിഷൻ ഞങ്ങൾ നടത്തുന്നത് ഇപ്പോഴും വിത്തൗട്ട് സ്പോൺസേഴ്സാണ്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഹാർഡ്. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എറണാകുളത്തും കാലിക്കറ്റും മാത്രം നടത്തുന്നത്. സോ അതൊന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗൊക്കെ മിക്കവാറും എത്തും ആ ടൈം കഴിയുമ്പോൾ. ഓണമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബാഗ് എത്തി. നമ്മുടെ ബാഗ്സിൻ്റെ ഹാൻഡ് ബാഗ്സിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ലോഞ്ചും അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ മേ ബി ഞങ്ങൾ ഈ ഓഗസ്റ്റിൽ പോയിട്ട് ഞാൻ വേറെ 2-3 ആൾക്കാരെയും ഫാക്ടറീസിലൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ചൈനയിൽ. അതിൻ്റെ ഡിസ്കഷനും എല്ലാം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ചിലപ്പം ഒക്ടോബർ ആ ടൈമിൽ എപ്പോഴെങ്കിലും വീണ്ടും ചൈനയിലേക്ക് പോകേണ്ടി വരും. സോ ദാറ്റ് ഈസ് സെക്കൻഡ് വിസിറ്റ് ടു ചൈന. ആൻഡ് നവംബർ മിക്കവാറും ഒബ്വിയസ്ലി ഇതിൻ്റെ ഇടയിൽ ഷോപ്പിൻ്റെ പ്രൊമോഷൻസ്, കണ്ടൻറ് ക്രിയേഷൻസ് അതെല്ലാം പോകുന്നുണ്ട്. പിന്നെ നവംബറിൽ ചിലപ്പോൾ ഞങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പുതിയ ലോഞ്ച് കാണും. ഞങ്ങൾ ഈ ചൈനയിൽ പോയ ഡിസ്കഷൻസൊക്കെ വർക്കൗട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച് നവംബറിൽ ചെയ്യാൻ പ്ലാനുണ്ട്. ആൻഡ് ഡിസംബറിൽ ഓബ്വിയസ്ലി നമ്മുടെ കൊച്ചിയിലെ എക്സിബിഷൻ ഉണ്ട്. ഡിസംബറിൽ കൊച്ചിയുടെ എക്സിബിഷൻ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ഡിസംബർ ഡേറ്റ്സ് ഫിക്സ് ചെയ്തിട്ടില്ല, ബട്ട് ഡിസംബറിൽ അതുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഈ വേദൂന് ഹോളിഡേയ്സ് വരുമല്ലോ. ഹോളിഡേയ്സ് വന്നുമ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒക്ടോബറിലേക്ക് ഒന്ന് പൂജ ഹോളിഡേയ്സ് ഉണ്ട്, നവംബറിൽ ദീപാവലി ഉണ്ട്. സോ ആ ടൈമിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് ട്രിപ്സ് എടുത്തുള്ള രീതിയിലുള്ള വ്ളോഗിങ് വിത്ത് ഫാമിലി, അല്ലെങ്കിൽ ജെഫ്രിനും അന്തുമായിട്ടും അങ്ങനത്തെ ഏതെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ള വ്ളോഗിങ്, പ്ലസ് ഓബ്വിയസ്ലി നമ്മുടെ ഫാമിലി വ്ളോഗ്സും എല്ലാം ആയിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും. സോ ഇതൊക്കെ ഒന്ന് ചാർട്ട് ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞ മെയിൻ ഇവൻറ്റ്സാണ് ഞാൻ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് ഇത് ഫോളോ ചെയ്തതെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സോ മച്ച് ബെറ്റർ. പക്ഷേ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഫസ്റ്റ് മെയിൻ തിങ് എനർജി. ഞാനിപ്പം ഒരു രീതിയിലുള്ള അനാവശ്യ ആർഗ്യുമെൻറ്റ്സിന് ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല. അതിപ്പം ഇപ്പോൾ പ്രിയ എന്തെങ്കിലും പറഞ്ഞോന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഒരു ചെറിയൊരു ആർഗ്യുമെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിയ പറഞ്ഞ് മഞ്ഞയാണ് പച്ചനെ കാട്ടി ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈവൺ ഇഫ് ഐ ഫീൽ ദ റോങ്, ഐ ഫീൽ ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ്. പച്ചയാണ് മഞ്ഞയെക്കാട്ടി നല്ലതെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ആർഗ്യൂ, ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. കാരണം എനിക്കിപ്പോൾ ആരെയും റോങ് ആയിട്ട് പ്രൂവ് ചെയ്യണം എന്നില്ല. ഐ ഡോണ്ട് ആക്ച്വലി വോണ്ട് ടു വേസ്റ്റ് എനർജി ഓൺ ദാറ്റ്. സോ അവരെന്ത് പറയുന്നത്, അൺലെസ് ഓബ്വിയസ്ലി ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഹെൽത്തിൻ്റെയോ അല്ലെങ്കിൽ എനിക്ക് 100% അറിയാം ഹെൽത്തിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ് പരമായിട്ടോ, മീൻസ് പ്രയോറിറ്റീസ് അറിയാം. ചെറിയൊരു കേസ് ഓഫ് ആർഗ്യുമെൻറ്റ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഉണ്ട്, അത് നല്ലതാണെന്ന് തോന്നി, ഒരാൾക്ക് ചീത്തയാന്ന് തോന്നി, ഞാനത് എനിക്കിപ്പോൾ സപ്പോസ് നല്ലതാന്ന് തോന്നി, വേറെ ഒരാൾക്ക് ചീത്തയായി തോന്നി, പക്ഷേ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ആർഗ്യുമെൻറ്റ്, അയാൾക്ക് ചീത്തയായി തോന്നി, ഓക്കെ ഫൈൻ, ചീത്തയാന്ന് പറഞ്ഞ് അതോടെ അവസാനിപ്പിക്കുവാണ്. ഐ ഡോണ്ട് വേസ്റ്റ് മൈ എനർജി ഓൺ അൺനെസസറി ആർഗ്യുമെൻറ്റ്സ് ഇനി തൊട്ട്. ദാറ്റ് ഇസ് 100% ഷുവർ. ഇപ്പം ഒരു ഹോട്ടലിൽ പോയി സാധനം കൊണ്ടുവരാൻ വൈകി അല്ലെങ്കിൽ തെറ്റിക്കൊണ്ടുവന്നു, ഡസൻ മാറ്റർ, മാറ്റി തന്നു അല്ലെങ്കിൽ അത് കഴിക്കും. കാരണം അതൊന്നും അല്ല ഇപ്പം എൻ്റെ ലൈഫിലെ പ്രയോറിറ്റീസ്. ഐ ഹാവ് സോ മച്ച് ഓഫ് എംബിഷൻ ആൻഡ് ഡ്രൈവ്. ബിക്കോസ് ഇപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. നേരത്തെയും എംബിഷൻ ഡ്രൈവൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴേ നമുക്കത് അതൊരു ലഹരി പോലെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം. സോ ഐ ഡോണ്ട് വേസ്റ്റ് മൈ എനർജി ഓൺ എനി ഓഫ് ദീസ് തിങ്സ്. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ, ഡെയിലി ഞാൻ രാവിലെ വായിക്കും കേട്ടോ ഇപ്പോൾ. പിന്നെ മേക്ക് ടൈം ഫോർ ഓൾ. അതും ഇതൊക്കെ ഉണ്ടെങ്കിലും ജാം പാക്ഡ് ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും
നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ആണെങ്കിൽ ഞാൻ കാണിക്കും. ബിക്കോസ് ഐ വോണ്ട് ടു സീ ദാറ്റ് എനിക്ക് എല്ലാവർക്കും വേണ്ടി സമയമുണ്ടെന്ന്. അതിപ്പോൾ നമുക്ക് വ്ളോഗിങ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും റഷ്ഡ് ഹറിബറി വ്ളോഗായിട്ടായിരിക്കില്ല ചെയ്യുന്നത്. അതൊന്നും ടൈം എടുത്ത് ആ വ്ളോഗ് ഡിസേർവ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സിമം സിനിമാറ്റിക് ആയിട്ട് നല്ല സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യും. കാണുമില്ല എന്നുള്ളത് വേറെ. ബട്ട് ഐ പുട്ട് ഓൾ മൈ എഫേർട്ട്. അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും ജെഫ്രിനും അന്തും അതാണ് ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയാനുള്ളത്. വെനെവർ ഐ ക്യാൻ I'll try to spend my time with them because that is എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മീറ്റ് ടൈം എന്ന് പറഞ്ഞുള്ളതാണ്. അതുപോലെ തന്നെ ഒബ്വിയസ്ലി പ്രിയയ്ക്ക് വേണ്ടിയാണെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ ചേച്ചിക്ക് വേണമെങ്കിൽ ഐ ട്രൈ ടു മേക്ക് ടൈം ഫോർ എവറിത്തിങ്. നോട്ട് ട്രൈ, ഐ വിൽ മേക്ക് ടൈം ഫോർ എവ്രി വൺ എന്നുള്ളതെന്നാണ്. സോ ടൈം മാനേജ്മെൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ടൈം ഫോർ ഓൾ. അതും എത്ര വളർന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഐ ട്രൈ ടു മേക്ക് ഇറ്റ്. പിന്നെ ഒരു റെഡ് കാർ തിയറി എന്ന് പറഞ്ഞുകൊണ്ട് അത് ആക്ച്വലി ഞാൻ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങിയത്. നിങ്ങൾക്ക് കുറേ പേർക്ക് ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ, ഞാൻ ഏതൊക്കെയോ വിവരമുള്ളവർ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയ കാര്യങ്ങളാണ്. ആൻഡ് റെഡ് കാർ തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇന്ന് നിങ്ങൾ എല്ലാവരും ഒരു വിധം വെളിയിൽ പോയി കാണുമല്ലോ, നിങ്ങൾ എത്ര റെഡ് കാറുകൾ, ബ്രാൻഡല്ല റെഡ് കളർ കാറുകൾ കണ്ടു കാണുമെന്ന് എക്സാക്ട്ലി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആൾക്കാർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അത് പറയാൻ പറ്റില്ല. 100% ഷുവറാണ് എത്ര റെഡ് കാർ കൃത്യമായി കണ്ടു. എന്തായാലും കണ്ടു കാണും വെളിയിൽ ഇറങ്ങിയവർ, പക്ഷേ നിങ്ങൾക്കത് അറിയില്ല. പക്ഷേ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഒരു 500 രൂപ തരാം, നിങ്ങൾ നോക്കുക എത്ര റെഡ് കാർ കണ്ടു എന്ന്. എൻഡ് ഓഫ് ദ ഡേ എനിക്കൊന്ന് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 20 കാറെങ്കിലും നിങ്ങളുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു 18 കാറെങ്കിലും നിങ്ങൾ കണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയും അല്ലേ, ആ 500 രൂപ നിങ്ങൾക്ക് വേണ്ടി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ആണെന്ന് ഓപ്പർച്യൂണിറ്റീസ്. ബിക്കോസ് ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ ഡെയിലി പോവും. നമ്മൾ അത് റെഡിയായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടി നടന്നാൽ മാത്രമേ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുള്ളൂ. ദിസ് ഇസ് സംതിങ് വിച്ച് ഹസ് ചേഞ്ച് മൈ ലൈഫ്. എൻ്റെ ആ ഒരു ചൈന ട്രിപ്പാണെങ്കിൽ അത് ഒരു വഴി നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ട് പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി ഫീൽ ഇഫ് യു പുട്ട് ദ വർക്ക് ഇൻ ടു ഇറ്റ് നമുക്ക് ഓരോ വഴികൾ കാണുന്നു. ഇപ്പം ചൈനയിൽ പോയപ്പോൾ എനിക്ക് ഷിപ്പിംഗ് ഏജൻസിനെ അറിയില്ലായിരുന്നു, സ്ഥലങ്ങൾ അറിയില്ലായിരുന്നു, ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, ഇതെങ്ങനെ എത്തിക്കും എന്ന് അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ബട്ട് ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയെങ്കിലും നടത്തണം എന്ന്. അതിൻ്റെ കൂടെ ഇൻറ്റൻറ്റ് മാത്രമല്ല, എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള റിസർച്ച് ചെയ്തു. പിന്നെ ഒബ്വിയസ്ലി വി ആർ താങ്ക്ഫുള്ളി ബ്ലെസ്ഡ് വിത്ത് സം ഗുഡ് സബ്സ്ക്രൈബേഴ്സ്. സോ അവരുടെ അഡ്വൈസ് കിട്ടി. സോ എങ്ങനെയൊക്കെയോ വഴി തിരിഞ്ഞ് വന്ന് എവറിത്തിങ് ഇസ് കമ്മിങ് ആൻഡ് ഫോളോയിങ് ഇൻ ടു പ്ലേസ്. സോ റെഡ് കാർ തിയറി ഈസ് സംതിങ് വിച്ച് ഐ ഡെഫിനറ്റ്ലി ഫീൽ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ കൂടെ ഇതിൻ്റെ ഒരു ബുക്കുണ്ട്, പക്ഷേ ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കോൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അത് ബുക്ക് വായിച്ചാലേ ക്ലിയറായി മനസ്സിലാവുള്ളൂ. ഐ ഡോണ്ട് റീഡ് ബുക്സ്, പക്ഷേ ഇത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇതിൽ ആക്ച്വലി 4 പില്ലേഴ്സ് ഉണ്ട്. അതിൽ റഫായിട്ട് പറയാം, ഇതൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് വേണമെങ്കിൽ കേട്ടോ, ഇഫ് യു ഫീൽ ഇറ്റ് ഇസ് റൈറ്റ്. അതിൽ ഒന്ന് പാഷൻ, മിഷൻ, വൊക്കേഷൻ ആൻഡ് പ്രൊഫഷൻ. സോ എനിക്ക് ഭാഗ്യത്തിന് പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജെന്യുവൻലി എൻജോയ് ചെയ്യുന്ന ഒരു സാധനം. നിങ്ങളുടെ ലൈഫിൽ വേണ്ട 4 കാര്യങ്ങളാണ് പറഞ്ഞത്. പാഷൻ ഇസ് സംതിങ് വിച്ച് യു എൻജോയ് ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. സെക്കൻഡ് വൺ മിഷൻ എന്ന് പറയുമ്പോൾ ലോകത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നോക്കുക. അല്ല എന്തെങ്കിലും ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചെയ്യുക. തേർഡ് വൺ വൊക്കേഷൻ മീൻസ് നമ്മൾ നമ്മുടെ സ്കിൽസും ടാലൻറ്റും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നമ്മൾ എക്സെൽ ചെയ്യാൻ നോക്കുക. ആൻഡ് ഫോർത്ത് വൺ പ്രൊഫഷൻ, നമുക്ക് അന്നദാനം കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി കാര്യങ്ങൾ നടത്താനായിട്ടുള്ള പ്രൊഫഷൻ. എനിക്കിതിൽ ഭാഗ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷനും പ്രൊഫഷനും കൂടെ ഒരു കാര്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് എ ബിഗ് തിങ്. അത് ബിസിനസ് ആണെങ്കിലും, ഇപ്പോൾ ഡ്രസ്സ് എൻ്റെ ബിസിനസ് അല്ലെങ്കിലും അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് എൻ്റെ ബിസിനസ്സാണ്. ജ്വല്ലറി എൻ്റെ ബിസിനസ് ആണെങ്കിലും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യും, അതെങ്ങനെ സോഴ്സ് ചെയ്യും, അതിനുവേണ്ടി ട്രാവൽ ചെയ്യും. സോ അതൊക്കെ എൻ്റെ ഒരു പാഷൻ്റെയും കൂടെ ഭാഗമാണ്. സോ ഐ എം വെരി ലക്കി വിത്ത് ദാറ്റ്. പിന്നെ എൻ്റെ സ്കിൽസ്, അതാണ് ഞാൻ പറഞ്ഞത്, ഈയിടെയായിട്ട് ഞാൻ 30 minutes ലേണിങ്ങിന് വേണ്ടി കൊടുക്കുന്നുണ്ടെന്ന്. അതിപ്പോൾ സ്കിൽസ് ഞാൻ പഠിച്ചത് മാർക്കറ്റിങ്ങും സെയിൽസും അതൊക്കെയായിരുന്നു. സോ ടച്ച് വിട്ട് പോയെങ്കിലും ദിസ് ഇസ് സംതിങ് വിച്ച് ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ. പക്ഷേ എനിക്കതൊരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ നന്നില്ലായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് അതുകൊണ്ട് അത് പഠിക്കാനായിട്ടുള്ള ഇപ്പോൾ ഓൺലൈൻ ഇഷ്ടമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. സോ ഈ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ കുറേ നമുക്ക് എന്താ പറയുന്നത് ഒരു ബാലൻസ് ഓഫ് ലൈഫ് കിട്ടും. അതല്ലാതെ പിന്നെ കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. മെയിൻ തിങ് സ്റ്റേ ആക്റ്റീവ്.
നമ്മളത് ഫിസിക്കലി ആൻഡ് മെൻ്റലി, മെയിനായിട്ട് ഇവർ പറയുന്നത് ഫിസിക്കലാണ്. ജപ്പാനിലും ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും വെറുതെ ഇരിക്കില്ല. ഇങ്ങനെ നടക്കുമോ അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്യുമോ പണി ചെയ്യുമോ. ഞാൻ ഒരു ജപ്പാനിൽ പോയി ഒരു വ്ളോഗ് ചെയ്തായിരുന്നു. ഒരു 80-85 വയസ്സുള്ള ഒരു അങ്കിളും ആൻറ്റിയുടെ കൂടെ ഞാൻ താമസിച്ചത്. അദ്ദേഹമൊക്കെ വുഡ് വെട്ടുന്ന കാണണം. ഇറ്റ് ഷോക്കിംഗ്. നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനത്തെ ആൾക്കാർ, പക്ഷേ ദാറ്റ് ഇസ് എ ജാപ്പനീസ് കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. സോ സ്റ്റേയിങ് ആക്റ്റീവ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഇതിൽ 2 കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യാത്തത്. മെയിൻ ഇസ് ടേക്ക് ഇറ്റ് സ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഒരു സമാധാനത്തോടെ അപ്രോച്ച് ചെയ്യും. പക്ഷെ അതെനിക്ക് പറ്റിയിട്ടില്ല. ഐ എം ജസ്റ്റ് ട്രെയിനിങ് ഇറ്റ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ലിവ് ദ മൂമെൻ്റ് എന്നുള്ള ഒരു ഇതുമുണ്ട്, ഒരു കോൺസെപ്റ്റും ഉണ്ട് ഈ ഇക്കിഗായിൽ തന്നെ. സോ ലിവിങ് ദ മൂമെൻറ്റ് ഇസ് സംതിങ് വിച്ച് ഐ ഡെഫിനറ്റ്ലി ഡു. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയാലും ഒരു ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടുള്ള കമ്പനി ആണെങ്കിലും ഫാമിലിയോട് ആണെങ്കിലും ഐ ട്രൂലി ആ ഒരു ടൈമിൽ എൻ്റെ മനസ്സിൽ വേറെ ഒന്നും കാണില്ല. ഇപ്പുറത്തെ ഷോപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണില്ല. ആ സമയത്ത് ഷോപ്പിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡെയിലി ഒരു കസ്റ്റമർ വന്ന് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ വ്ളോഗിങ്ങിനെ കുറിച്ചായിരിക്കില്ല ആലോചിക്കുന്നത്. ആ ഒരു മൂമെൻറ്റ് എന്താണോ ഞാൻ ചെയ്യുന്നത് ദാറ്റ് ഐ ട്രൂലി ട്രൈ ടു എൻജോയ്. ആൻഡ് ഇതൊക്കെ ആക്ച്വലി നമ്മൾ ട്രെയിൻ ചെയ്യണം. പെട്ടെന്ന് നടക്കുന്നതല്ല, നമ്മുടെ മൈൻഡിനെ നമുക്ക് ട്രെയിൻ ചെയ്യണം. സോ ലിവിങ് ദ മൂമെൻറ്റ് ഹാപ്പൻസ്. മെയിൻ തിങ് ഇസ് ഡോണ്ട് ഓവർ ഈറ്റ് എന്നാണ്. അത് ആക്ച്വലി ഒരുപാട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വ്ളോഗിൽ വരുമ്പോൾ മാത്രമേ ഞാൻ കൂടുതൽ കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ 80% നമ്മുടെ വയറ് നിറഞ്ഞവരെ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ് വിച്ച് ലക്ലി അത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വന്നു. പിന്നെ റീകണക്ട് വിത്ത് നേച്ചർ. ഈ ഇടയ്ക്ക് നിങ്ങൾ ഞങ്ങളുടെ വ്ളോഗ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കൗയ ആണെങ്കിലും ചൈന ആണെങ്കിലും മോർ ദാൻ മോൾസ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളെയും കാട്ടി കൂടുതൽ ഞങ്ങൾ ഒരുപാട് നേച്ചറും അല്ലെങ്കിൽ ട്രെക്കിങ്ങും ഹൈക്കിങ്ങും അങ്ങനത്തെയൊക്കെ ടെമ്പിൾസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എ വേ ഓഫ് റീകണക്റ്റിംഗ് വിത്ത് നേച്ചർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഇത് ചിലപ്പോൾ ഓവർ എക്സാജറേഷൻ ആയിട്ട് തോന്നും, പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും നമ്മുടെ ലൈഫിനെ മാറ്റും. എൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി താങ്ക്ഫുൾ ഫോർ എവറിത്തിങ് വാട്ട് യു ഹാവ് ആൻഡ് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഡ്രീം അബൌട്ട് വാട്ട് ഓൾ യു വോണ്ട് ടു ഹാവ്. ഇത് രണ്ടും അത് ഫോർ എക്സാമ്പിൾ നമ്മൾ അത് എത്ര വേരിയേഷൻ വേണമെങ്കിലും ആവും. 1 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് വേണ്ടി താങ്ക് യു പറഞ്ഞിട്ട് 1 കോടി അല്ലെങ്കിൽ 10 കോടി അല്ലെങ്കിൽ 100 കോടി നമുക്ക് വേണം എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ പോയി ബാങ്ക് ATM കാർഡ് ഇടുമ്പോൾ അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ 10 കോടി അല്ലെങ്കിൽ 100 കോടി അതിൽ കിടക്കും എന്നുള്ള ഒരു മാനിഫെസ്റ്റേഷൻ വരെ ഐ ഡു ഇറ്റ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ആക്ച്വലി ഷോപ്പ് എല്ലാ ദിവസവും അടയ്ക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഇത്ര സെയിലുണ്ടെന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ ഐ താങ്ക് എവ്രി വൺ ഹു ഹാസ് കം. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ അവർക്കുണ്ടായ മനസ്സും സാഹചര്യവും ഒക്കെ ഐ താങ്ക്. എല്ലാ ദിവസവും കാറിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഇത്രയും നല്ല വണ്ടി എനിക്ക് ഓടിക്കാനും എനിക്ക് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി. ഫുഡ് കഴിക്കുമ്പോഴുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, ഫ്രണ്ട്സിനോട് സത്യമായിട്ടും നിങ്ങൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ സിനിമ കാണാൻ അങ്ങനത്തെ ഒരു ചെറിയ കാര്യത്തിന് വരെ ഐ താങ്ക്. മനസ്സിലാവും, അല്ലാതെ ഒരു പ്രാർത്ഥന ഒന്നുമല്ല കേട്ടോ. ഐ താങ്ക് the universe for blessing me with the ability to watch this movie. എന്തിനാണെങ്കിലും 1 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഐ താങ്ക്. നമ്മളൊരു കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഗൂഗിൾ പേ ചെയ്യുമ്പോഴോ മനസ്സിൽ താങ്ക് യു ഫോർ ഗിവിങ് മി ദി എബിലിറ്റി ടു സ്പെൻഡ് ദിസ് മണി. അതുപോലെ തന്നെ കിട്ടുമ്പോഴും ഇറ്റ് ഇസ് ആക്ച്വലി എന്താ പറയുന്ന ഇത് ചിലപ്പം ഭയങ്കര ഒരു സ്പിരിച്വൽ അല്ല, ഇന്നെന്താ പറയുന്നതെന്ന് അറിയില്ല, ബട്ട് ദിസ് ഇസ് സംതിങ് വിച്ച് വർക്ക്സ് ഫോർ മീ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ലാസ്റ്റ് ഇത് പറഞ്ഞ പോലെ ലിവിങ് ദ മൂമെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ, കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു, ലൈഫിൽ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ഹൗ അവർ സ്കെഡ്യൂൾ ലുക്സ് ലൈക്ക്. ആൻഡ് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ഐ പ്രേ ഐ ഹാവ് ഇത്രയും ബിസി ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ആൻ ഓഫ് ടൈം, അല്ലെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു സിറ്റ് ബാക്ക് ആൻഡ് ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം ഇൻ മൈ ഹാൻഡ്. ഉള്ള എല്ലാ ടൈമും എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ ബിസിയായിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതല്ല. സോ ഐ വോണ്ട് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ഇപ്പോഴല്ല, ഒരു 20-30 വർഷം കഴിഞ്ഞാലും ഐ വോണ്ട് ടു ബി ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഞങ്ങളുടെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് കാണിക്കാനും പിന്നെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഷെയർ വിത്ത് യു ഗൈസ്. സോ ഇതിൻ്റെ ഒക്കെ കൂടെ സ്റ്റേ അവേ ഫ്രം നെഗറ്റിവിറ്റി. ക്രിറ്റിസിസംസ് അല്ല, നെഗറ്റിവിറ്റി. സ്റ്റേ അവേ, ആക്സെപ്റ്റ് ക്രിറ്റിസിസം ബട്ട് സ്റ്റേ അവേ ഫ്രം ആബ്സല്യൂട്ട് നെഗറ്റിവിറ്റി. ഞാൻ പറയുന്ന ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലാണ് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല ഇപ്പോൾ, അല്ലെങ്കിൽ ഐ ഡോണ്ട് യൂസ് ഇറ്റ് അറ്റ് ഓൾ. ബട്ട്
എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് വരുമ്പോൾ ഇവൻ ബിഗ് ബോസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അടി അങ്ങനത്തെ എപ്പിസോഡ്സൊക്കെ ആണല്ലോ കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ആവുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സത്യം പറയട്ടെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കണ്ടൻറ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്തില്ലെങ്കിലും സെക്കൻഡ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ ഡിസിപ്ലിൻ ഇസ് സംതിങ് വിച്ച് ഓൺലി 0.1% ഓഫ് ദ വേൾഡ് വിൽ ഹാവ് ആൻഡ് ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാലിക്കറ്റിലായിരിക്കും. ആൻഡ് കാലിക്കറ്റ് എക്സിബിഷന് വീണ്ടും ഐ എം പേഴ്സണലി ഇൻവൈറ്റിംഗ് ഓൾ ഓഫ് യു ഓൺ ജൂലൈ 12th and 13th ആസ്പിൻ കോർട്ട്യാർഡ് രാവിലെ 10 മണി തൊട്ട് രാത്രി 8 മണി വരെ അവിടെ ഞങ്ങൾ എല്ലാവരും കാണും. ഓക്കെ, സോ നല്ല ടീഷർട്ടല്ല, ഇതിൻ്റെ ടാഗ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളത് നോക്ക്, ഇത് പിന്നെ കാണിച്ചു തരാം. നല്ല കിടിലൻ ടീഷർട്ട്, ഇതൊക്കെ ചൈനയിൽ നിന്നാണ്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ബാഗ്സിൻ്റെ ഒക്കെ ഞാൻ പ്രിയനെ കൊണ്ട് കാണിപ്പിക്കാം ഒരു ദിവസം ടൈം കിട്ടുമ്പോൾ. കുറച്ച് സാമ്പിൾ ബാഗ്സ് ഞാൻ കൊണ്ടുവന്നത്, ഇതൊക്കെ നല്ല സ്റ്റൈലാട്ടാ, ഫുൾ ജിഗിരിക. ബൈ ബൈ.